ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ആണ് റിപ്പിച്ചുള്ള. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ലൈവ് ഇട്. അപ്പോൾ ഈ ലൈവ് ഇടുമ്പം അത് ഞാൻ ഒറ്റൊരു ആപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാ ആപ്പിൻ്റെയും കൂടെ പറയുന്നില്ല. മിക്കവരും ലൈവ് ഇടുന്നവർ ഉപയോഗിക്കുന്നത് ക്യാമറ ഫീൽ ലൈവ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. നിങ്ങൾ ആ ആപ്പിൽ നേരെ പോകാം. മിക്കവർക്കും എടുക്കാൻ പറ്റുന്നതല്ലേ നമ്മൾ യൂട്യൂബ് അപ്പം കളഞ്ഞിട്ട് എന്നാലും നിങ്ങൾക്ക് സൗണ്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങൾ നേരെ ക്യാൻസൽ ചെയ്യാം. അവിടെ നിങ്ങൾ നേരെ വരേണ്ടതാണ്ട് നമ്മുടെ ഈ ആപ്പിലേക്ക് വരിക, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഗൂഗിൾ ആപ്പിലേക്ക് വരിക. നമ്മളിപ്പോൾ ഈ വൈറ്റ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക. യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇവിടെ കാണും ഈ ഒരു സംഭവം. ഇതാണ്ട് ഇവിടെ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടൈമിൽ നമുക്ക് ചാനൽ ലൈവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണാൻ പറ്റും. എന്നിട്ട് കഴിച്ച് നമ്മുടെ നാട് ഇവിടെ തന്നെ വരിക, നമ്മുടെ സ്വന്തം കുട്ടപ്പൻ എന്നാണ്ട് ഇവിടെ തന്നെ വരിക. ഈ പ്രൊഫൈലിൻ്റെ ഇവിടെ ആയിട്ടുള്ളത് ഈ സംഭവം കൊണ്ട്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് അയ്യോ ഗൈസ്, ഇതാണ്ടൊക്കെ ആയിപ്പോയി. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ആയിപ്പോയി. രണ്ട് ഗൈസ് നമ്മൾ നേരെ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ലൈവിൻ്റെ ഈ ഒരു ഓപ്ഷൻ കണ്ടു. നമ്മളിതാ സൂം ചെയ്ത് കാണിച്ചത്. ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ കണ്ടതാണ്ട് ഈ ഓപ്ഷനിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ യൂസർ പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ യൂസർ പ്രൊഫൈലിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറൊരു സംഭവം കാണാൻ പറ്റും, സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയാം. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ വരുന്നുണ്ട്, സൈനേജ് ഗെയിം. വേറെ നിങ്ങളൊന്നും ചെയ്യണം, അതിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യൊന്നും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിലേക്ക് എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിക്കാൻ ശ്രമിക്കുക. ബാക്ക് അടിച്ചിട്ട് ഇനി ഞാൻ ഉള്ളത് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡർ നമ്മുടെ സൗണ്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കും. ഓക്കെ.